ഡോറ് തുറക്കൂ. നമ്മുടെ വടകര MP അകത്തേക്ക്. രാഹുൽ മികച്ച ബോളിംഗിലാണ്. ആണല്ലേ? രാഹുലിന്റെ യഥാർത്ഥ ബോളിംഗ് കൂട്ടണമെങ്കിൽ ഇപ്പൊ ഇറക്കി വിടണം. ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്. പേടിക്കണ്ട, ഞങ്ങൾ പ്രചാരണ സ്ഥലത്ത് എത്തും, തട്ടിക്കൊണ്ട് പോകില്ല. എനിക്ക് അങ്ങനത്തെ ആശങ്കയൊന്നുമില്ല. പുള്ളി എപ്പോ വണ്ടി കയറി? പുള്ളി വണ്ടി 10 മിനിറ്റ് ആയോ? ധാരാളം മതി, മക്കളെ ഇറങ്ങിക്കോ. ഷാഫി പറമ്പലിനെ ഇവരെല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഇലക്ഷൻ മാനേജർ, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്, ഇലക്ഷൻ എഞ്ചിനീയർ എന്നൊക്കെയാണ്. ഇത്രയധികം വിശേഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലാണ് കിട്ടുന്നത്. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് വിശേഷണങ്ങളിൽ അതൊക്കെ ഉള്ളത്. നടന്നോട്ടെ, കുഴപ്പമില്ല. ഷാഫി, ഈ പാലക്കാട് യഥാർത്ഥത്തിൽ രാഹുലും കൂടി മനസ്സിലാക്കണം, ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ടോ? ശക്തമായ ത്രികോണ മത്സരം പാലക്കാട് നടക്കുന്നു എന്നാണല്ലോ പറയുന്നത്. മേജർ കോമ്പറ്റീഷൻ ശരിക്കും രണ്ട് മുന്നണിയിൽ തന്നെയാണ്. ഇപ്പൊ 16, 19, 21, 24 ഇലക്ഷൻ വെച്ചു. മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് കമ്പയർ ചെയ്യുമ്പം പിക്ചറിൽ 3 മുന്നണികളും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ബട്ട് മേജർ ഫൈറ്റ് നമ്മൾ 16-ന്റെ റിസൾട്ടും 19-ന്റെ റിസൾട്ടും 21-ന്റെ റിസൾട്ടും 24-ന്റെ റിസൾട്ടും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആ ഡേറ്റ കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തലിൽ നിങ്ങൾ വിജയിക്കും എന്നാണ്. ആ വിജയം അങ്ങനെയാണെങ്കിൽ രണ്ടാമതെത്തുന്നത് ആരായിരിക്കും? അല്ല, അത് ഞങ്ങൾ അതിന് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ്റെ 2 ദിവസം നിൽക്കുമ്പോൾ ഞങ്ങളൊരാൾക്ക് 2ാം സ്ഥാനം ഞങ്ങളായിട്ട് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കും. ഷാഫി മത്സരിച്ചപ്പോൾ സെക്കൻഡ് കിട്ടിയ ആളുകൾക്ക് ഇത്തവണയും ഫസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ സെക്കൻഡിലേക്കും വരുമല്ലോ, തേർഡിലേക്ക് പോവില്ലല്ലോ. ഫസ്റ്റിലേക്ക് എത്തില്ല, അത് ഉറപ്പാ. പിന്നെ ഈ വടകര കണ്ട ഓളം ഇവിടെ കാണുന്നുണ്ടോ? ഷാഫി വടകര ചെന്നപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നല്ലോ. അതല്ലാണ്ട് പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രോഡർ ക്യാൻവാസ് ആണ്, പിന്നെ ഒരു ബിഗർ ഏരിയ ആണ്. ഇത് കുറച്ചും കൂടെ കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷെ ഇവിടെ ഞാൻ ഓളത്തേക്കാൾ കൂടുതൽ കാണുന്നത് ഗ്രൗണ്ടിൽ അക്സെപ്റ്റൻസ് ആണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ആളുകളെടുക്കെ പോകുമ്പോൾ ആളുകളുടെ റെസ്പോൺസും ബിഹേവിയറും, പിന്നെ ഇവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണും ഉണ്ട്, പാലക്കാടിൻ്റെ വോട്ടിംഗ് പാറ്റേണും ഉണ്ട്. അതൊക്കെ കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഓളത്തേക്കാൾ കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് കാൻഡിഡേറ്റിനും UDF-നും ഉണ്ട്. പിന്നെ എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും മാങ്കൂട്ടം അല്ലേന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തെ വളരെ നന്നായിട്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് അറിയാം. ഈ സന്ദീപ് വാര്യർ വരവ് എങ്ങനെയുണ്ടാവും കോൺഗ്രസിന്? നല്ലതല്ലേ? ഒന്നും വേണ്ട. ഒരാഴ്ച മുമ്പ് വരെയുള്ള ചർച്ച എന്തായാലും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വ്യക്തിയല്ലല്ലോ, ആശയമല്ലേ പ്രധാനം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലായിരുന്നു കൂടെ കൂട്ടാൻ? അല്ല, അതൊന്നുമല്ല, ഒരിക്കലും അല്ല. ഒരു മിനിറ്റ്. അപ്പം അതൊന്നുമല്ല. അപ്പം ഇതിപ്പം ഒരു രാജ്യത്തിൻ്റെ ഒരു മതേതര ബോധത്തോട് ചേർന്ന് നടക്കാൻ ആര് തീരുമാനിച്ചാലും അത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള കാര്യമാണല്ലോ. ശരി, റോഡ് ഷോയുടെ ഇടയിലാണ് നിങ്ങളെ കണ്ണൂർട്ടിയൊക്കെ പ്രവർത്തനങ്ങൾ. ശരി, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇത്രയും തിരക്കിനിടെ നമ്മൾ UDF പ്രവർത്തകരുടെ ആവേശമൊക്കെ കാട്ടിയാണ് ഇങ്ങോട്ടേക്ക് കയറിയത്.